എവരിവൺ, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് റൊക്രോണിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഇഞ്ചക്ഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പോൾ ഓൾറെഡി പാൻക്രോണിയം ബ്രോമൈഡും വെക്രോണിയം ബ്രോമൈഡ് എന്ന് പറയുന്ന രണ്ട് ഇഞ്ചക്ഷനെ പറ്റിയിട്ടും നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ അതുകൂടെ ചെന്നൊന്ന് കണ്ടു നോക്കുക. ഇതിന്റെ ബാക്കി പത്രമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ഡീപോളറൈസിംഗ് മസിൽ റിലാക്സൻസിലെ മറ്റൊരു ഡ്രഗ് ആണ് റൊക്രോണിയം ബ്രോമൈഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് റൊക്രോണിയം ബ്രോമൈഡിനെ പറ്റിയിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് early onset of action 60 to 90 seconds are succinylcholine. അതായത് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ, നമ്മൾ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ ഓൺസെറ്റ് ആയിട്ട് തന്നെ ആക്ഷൻ നടക്കും, അതും വെറും 60 to 90 സെക്കൻഡ്സിൽ. നമുക്കറിയാം ഇത് നോൺ ഡീപോളറൈസിംഗ് മസിൽ റിലാക്സൻസിൽ early onset വരുന്ന ഡ്രഗ് ആണ്. എന്നാൽ ഡീപോളറൈസിംഗ് മസിൽ റിലാക്സൻസിൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത് മസിൽ റിലാക്സൻസ്. ഒന്ന് ഡീപോളറൈസിംഗ് മസിൽ റിലാക്സൻസും ഒന്ന് നോൺ ഡീപോളറൈസിംഗ് മസിൽ റിലാക്സൻസും. അപ്പോൾ അതില് നോൺ ഡീപോളറൈസിംഗ് മസിൽ റിലാക്സൻസില് എർലി ഓൺസെറ്റ് ഓഫ് ആക്ഷൻ വരുന്ന ഡ്രഗ് ഏതെന്ന് ചോദിച്ചാൽ റൊക്രോണിയം എന്ന് പറയണം. അതോടൊപ്പം ഡീപോളറൈസിംഗ് മസിൽ റിലാക്സൻസിലെ എർലി ഓൺസെറ്റ് ഓഫ് ആക്ഷൻ വരുന്ന ഡ്രഗ് എന്ന് പറയുന്നത് സക്സിനൈൽകോളിൻ ആണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ചോയ്സ് ഫോർ റാപ്പിഡ് ഇൻറ്റുബേഷൻ ഇൻ നോൺ ഡീപോളറൈസിംഗ് മസിൽ റിലാക്സന്റ്. നോൺ ഡീപോളറൈസിംഗ് മസിൽ റിലാക്സൻസിൽ റാപ്പിഡ് ഇൻറ്റുബേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ചോയ്സ് ഓഫ് ഡ്രഗ് എന്ന് പറയുന്നതാണ് റൊക്രോണിയം ബ്രോമൈഡ്. എന്നാൽ ഡീപോളറൈസിംഗ് മസിൽ റിലാക്സൻസ് അതിൽ വരുന്ന ഓൺസെറ്റ് ഓഫ് ആക്ഷൻ കൂടുതലുമായിട്ടുള്ളതും ബെസ്റ്റ് ചോയ്സ് ഫോർ റാപ്പിഡ് ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത് സക്സിനൈൽകോളിൻ ആണ്. അപ്പോൾ ഡീപോളറൈസിംഗ് മസിൽ റിലാക്സന്റ് ആയിട്ടുള്ള സക്സിനൈൽകോളിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷന്റെ വീഡിയോ വേണം എന്നുള്ളവർ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ലോങ് ടേം യൂസ് ഇൻ ICU ഈസ് പ്രിഫേർഡ് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ആക്റ്റീവ് മെറ്റബോളൈറ്റ്. ICUവിൽ കിടക്കുന്ന പേഷ്യൻസിന് ലോങ് ടേം ആയിട്ട് നമുക്ക് റൊക്രോണിയം ബ്രോമൈഡ് എന്ന് പറയുന്ന മസിൽ റിലാക്സന്റ് പ്രിഫർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് ആക്റ്റീവ് മെറ്റബോളൈറ്റ്സ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഇറ്റ് ഈസ് ഓൺലി നോൺ ഡീപോളറൈസിംഗ് മസിൽ റിലാക്സന്റ് വിച്ച് ക്യാൻ ബി ഗിവൺ ബൈ ഇൻട്രാമസ്കുലർ റൂട്ട്. ഇൻട്രാമസ്കുലർ റൂട്ട് അതായത് IM ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു മസിൽ റിലാക്സന്റ് എന്ന് പറയുന്നത് റൊക്രോണിയം ബ്രോമൈഡ് ആണ്. ഇതും നിങ്ങൾക്ക് വൈവയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് മൈൽഡ് വാഗോലിറ്റിക് പ്രോപ്പർട്ടി. ദെൻ ഡ്യൂറേഷൻ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത് 20 to 30 മിനിറ്റ്സ് ആണ്. നമ്മൾ ഈ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര നേരം ആക്ഷൻ നിൽക്കും എന്നുള്ളതാണ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അത് 20 to 30 മിനിറ്റ്സ് ആണ്. ദെൻ മെറ്റബോളിസം നോക്കാം. 30 to 40% മെറ്റബോളൈസ് ഇൻ ലിവർ. 30 മുതൽ 40% മെറ്റബോളൈസേഷൻ നടക്കുന്നത് ലിവറിലാണ്. 25% എക്സ്ക്രീറ്റഡ് ത്രൂ കിഡ്നിയാണ്. കിഡ്നി വഴിയാണ് 25% എക്സ്ക്രീഷൻ നടക്കുന്നത്. സ്റ്റോർഡ് അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതായത് ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിക്കുകയും വേണം. അതോടൊപ്പം OTL ഉപയോഗിക്കുമ്പോൾ ഐസ് പാക്ക് വെച്ച് ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് റൊക്രോണിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഇഞ്ചക്ഷനകത്തുള്ള mg എത്രയാണ്, ml എത്രയാണ് എന്നുള്ളത് നോക്കാം. 2 ml വയലായിട്ടായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അതിൽ 10 mg ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഡോസ് എന്ന് പറയുന്നത് 0.6 to 1 mg per kg ആണ്. മെയിൻ്റനൻസ് ഡോസ് വന്നിട്ട് 0.12 mg per kg ആണ്. അപ്പൊ നമുക്ക് ഓരോ ഡ്രഗ്സിന്റെയും ഡോസേജും mg per ml അതിന്റെ ഡൈലൂഷൻസും കാൽക്കുലേഷൻസും അതൊക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ദെൻ ഫോർ പീഡിയാട്രിക്സ് ഡൈലൂഷൻ ഈസ് മസ്റ്റ്. പീഡിയാട്രിക്സിനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അതോടൊപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ റൊക്രോണിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ 10 ml ആണോ വരുന്നത്, 10 mg ലാണോ വരുന്നത്, അതുപോലെ എന്തെങ്കിലും വ്യത്യാസം ഇതിലുണ്ടോ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. കാരണം ചില ഹോസ്പിറ്റൽസിൽ ഇതിന്റെ ഡിഫറൻസ് കാണുന്നുണ്ട്. പല കമ്പനിക്കാരും പല രീതിയിൽ കൊണ്ടുവരുന്നതുകൊണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് കൂടി നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് പോകാട്ടോ. അപ്പൊ നിങ്ങൾ അതുകൂടെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ എല്ലാവർക്കും അതറിയാൻ സാധിക്കുമല്ലോ.
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലും പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റുന്ന രീതിയിലുമായിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആകുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ സബ്ജക്റ്റ് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ടോപ്പിക്സ് ആണ് എടുത്തു തരേണ്ടത് എന്നുള്ളത് കൂടെ കമന്റ് സെക്ഷനിൽ പറയാട്ടോ. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.